ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കാറുള്ള പൊട്ടാറ്റോ സ്പൈറലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെഷീൻ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ മെഷീൻ ഇല്ലാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രണ്ട് രീതിയും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് മൈദയും അതുപോലെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 പൊട്ടറ്റോക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി. അതുപോലെ 1/2 ടീസ്പൂണ് ചാറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാറ്റർ റെഡിയാക്കി വെക്കുക. ഇത്രയും ലൂസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വെതറി കൊടുക്കാനുള്ള ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂണ് ചാറ്റ് മസാല പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഇറ്റാലിയൻ സീസണിങ് അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ മസാല. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഇതും കൂടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പൊട്ടാറ്റോ സ്പൈറൽ ചെയ്യുന്ന ആ ഒരു മെഷീൻ. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അവസാനം പറയാം, റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള സ്റ്റിക്ക് അധികം കട്ടിയില്ലാത്ത സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ പൊട്ടാറ്റോയാണ് എടുത്തത്. നമുക്ക് അത്യാവശ്യം നല്ല വലിയ പൊട്ടാറ്റോയിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇതുപോലെ കുത്തി കൊടുത്തിട്ട് ഇങ്ങേ അറ്റത്താക്കി കൊടുക്കുക. ആ ഒരു പൊട്ടാറ്റോ ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സ്പ്രിങ് മുകളിലോട്ട് ആക്കി കൊടുക്കുമ്പോൾ നമുക്കിത് വലിച്ച് ഇങ്ങേ അറ്റത്തേക്ക് ആക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങേ അറ്റത്തേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിക്ക് പൊട്ടാറ്റോ കുത്തി വെച്ച ആ ഒരു സ്റ്റിക്ക് അപ്പോൾ ഇങ്ങേ അറ്റത്തൊരു ഹോൾസ് ഉണ്ട്, അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു 3 ആണി പോലെ ഉള്ളത് അതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ നേരത്തെ ചെയ്ത ആ ഒരു ഭാഗത്ത് തന്നെ ആ ഒരു സ്പ്രിങ് മുകളിലോട്ട് ആക്കി കൊടുത്തിട്ട് ഇത് അങ്ങേ അറ്റത്തേക്ക് ആക്കി കൊടുക്കുക. ഏറ്റവും അങ്ങേ അറ്റത്താക്കിയ ശേഷം പിന്നെ ആ ഒരു ഹാൻഡിൽ ഇങ്ങനെ ജസ്റ്റ് തിരിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയ പൊട്ടാറ്റോ ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റിക്ക് അധികം ബലമില്ലാത്ത സ്റ്റിക്കായതുകൊണ്ടാണ് ഞാൻ ചെറിയ പൊട്ടാറ്റോ എടുത്തത്. ഇനി ഇത് ഒന്ന് നടുക്കാക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മെഷീൻ ഇല്ലാത്ത ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. കുറച്ച് ക്ഷമയോടെ ചെയ്താൽ ഒരുവിധം നമുക്ക് ഈ ഒരു രീതിയിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പൊട്ടാറ്റോ ഇതുപോലെ സ്റ്റിക്കിൽ കുത്തി കൊടുത്ത ശേഷം നല്ല മൂർച്ചയുള്ള നൈഫ് വെച്ചിട്ട് നല്ല തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തുകൊണ്ട് പോവുക. എല്ലാം ഫുള്ള് റൗണ്ടായിട്ട് സൈഡൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തുകൊണ്ട് പോവുക. കുറച്ച് ക്ഷമയോടെ ചെയ്താൽ പറ്റുമായിരിക്കും. എനിക്കത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നേരത്തെ റെഡിയാക്കിയത് ഞാൻ നേരത്തെ മെഷീനിൽ കട്ട് ചെയ്തെടുത്ത പൊട്ടാറ്റോ ആണ്. അപ്പോൾ ബാറ്റർ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ
കയ്യിൽ പിടിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത എല്ലാ പൊട്ടാറ്റോയും ഇതുപോലെ മുകളിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിൽ നിന്നും മാറ്റാം. ഒരു സൈഡ് മൊരിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ 6 പൊട്ടാറ്റോൻ്റെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു മസാല വിതറി കൊടുക്കാം. അതുപോലെ ബർഗർ സോസ്, മയോനൈസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ബർഗർ സോസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ മക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു സ്പൈറൽ പൊട്ടാറ്റോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ആ ഒരു മെഷീൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ആമസോണിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1200 ആണ്. അപ്പോൾ ഓഫറിലൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ചെറിയ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്, ഓഫറൊക്കെ നോക്കി വാങ്ങുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഈ ഒരു ഇതിൻ്റെ ബോക്സ്. അപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ ഈ ഒരു പൊട്ടാറ്റോ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ കട്ട് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ഫിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ശേഷം ഹാൻഡിൽ ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രൂ ഇട്ട് കൊടുത്തതാണ് ഹാൻഡിലിൻ്റെ ആ ഒരു കറുത്ത കാണുന്ന ആ ഒരു ഭാഗം. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ബ്ലേഡ് കിട്ടിയിട്ടുണ്ട്. 2 എക്സ്ട്രാ ബ്ലേഡും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ബ്ലേഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്ലേഡ് വെച്ചിട്ടാണല്ലോ ഈ ഒരു പൊട്ടാറ്റോ കട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ബ്ലേഡ് എക്സ്ട്രാ തന്നിട്ടുണ്ട്, 2 എക്സ്ട്രാ ബ്ലേഡും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു പൊട്ടാറ്റോ സ്പൈറൽ മെഷീൻ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.